Hey, hello friends. Welcome you all to a new vlog of Travel and Eat with Arju. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായതിന് കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, പ്രോപ്പറായിട്ടുള്ള ഒരു കണ്ടന്റ് ഒത്തു വന്നില്ല. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ മുന്നിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മനഃപൂർവ്വം എടുത്തൊരു ചെറിയ ഗ്യാപ്പാണ്. മാത്രമല്ല നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ചെയ്യുന്നതൊക്കെ തന്നെ വളരെ വളരെ ചെറിയ കണ്ടന്റുകളാണ്. ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനുള്ള സമയവും സന്ദർഭമൊക്കെ ഒത്തുവന്നത് ഇന്നാണ്. സോ ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല. ഇപ്പം ഞാൻ ഉള്ളത് ചെന്നൈയിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം ചെന്നൈയിലെ വൺ ഓഫ് ദ ഫേമസ് മലയാളി റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള ഉസ്താദ് ഹോട്ടൽ, ഇവിടെ കാരപ്പാക്കം ഷോലിംഗനല്ലൂർ അടുത്ത് ഉള്ള ഉസ്താദ് ഹോട്ടൽ. അപ്പോൾ അവിടേക്കാണ് ഇന്ന് പോകുന്നത്. ഒരു ഫുഡ് വ്ളോഗാണ്. നമ്മളോടൊപ്പം ഇന്ന് കുറച്ച് ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാരാന്നൊക്കെ വഴിയെ പറയാം, അവിടെ വെച്ച് കാണാം. സോ വൺസ് അഗൈൻ വെൽക്കം യു ഓൾ ടു ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു. നമുക്ക് യാത്രയും ചെയ്യണം, ഭക്ഷണവും കഴിക്കണം. സോ വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം, അതിന് മുന്നേ യാത്ര ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് റാപ്പിഡോയിലാണ് പോകുന്നത്. റാപ്പിഡോ പുറത്ത് വന്ന് കിടപ്പുണ്ട്. ഇവിടെ ചെന്നൈയിലും ബാംഗ്ലൂരിലൊക്കെ ഏറ്റവും സൗകര്യം ഇതാണ്, റാപ്പിഡോ. നമുക്ക് പൈസയും കുറവാണ്, ബൈക്കുകാർ വന്ന് കൊണ്ടുവരും. അപ്പോൾ അയാൾ എന്നെ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ പോട്ടെ. ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 8 മണിക്കൊക്കെ അത്യാവശ്യം ഒരു നല്ല മഴ കിട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ. പക്ഷെ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലക്ഷണവും ഇല്ല. ആ പുതുമഴ മണ്ണിൽ വീഴുമ്പോൾ ഒരു മണമുണ്ടല്ലോ, ഓഫ്, അതൊരു രക്ഷയില്ല. അതും കേട്ടിട്ടാണ് ഞാനിന്ന് ഉണർന്നത്. റാപ്പിഡോയിൽ ഈ സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, പാസഞ്ചേഴ്സിനൊക്കെ തന്നെ ഇവർ ഹെൽമെറ്റ് പ്രൊവൈഡ് ചെയ്യും. അത് അടിപൊളിയാണ്. പിന്നെ വളരെ അഫോർഡബിൾ റേറ്റ് ആണ്. ബൈക്കുകളിൽ തന്നെ ഗിയർഡ് ബൈക്ക്, ഗിയർലെസ് ബൈക്ക് ഓപ്ഷൻ ഉണ്ട്. ഗിയർലെസ് ബൈക്കാണ് കുറച്ചും കൂടിയും കോസ്റ്റ് കുറവ്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെന്നൈയിൽ ഒറ്റയ്ക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ റാപ്പിഡോ എന്ന് പറയുന്ന ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തൊക്കെ കിട്ടും. വളരെ യൂസ്ഫുള്ളാണ്. ബസ് അധികം ഫ്രീക്വൻസി ഇല്ലാത്ത ഏരിയകളിലൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് റാപ്പിഡോ ബൈക്ക് എടുക്കാം, അതല്ല രണ്ടാളാണെങ്കിൽ റാപ്പിഡോ ഓട്ടോ എടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്, OMRലുള്ള ഉസ്താദ് ഹോട്ടൽ. അപ്പോൾ ഉള്ളിൽ അത്യാവശ്യം സീറ്റിംഗ് ഒക്കെ ഫുള്ളാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഫ്രണ്ട്സ്, ഞാനങ്ങനെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്, ഉസ്താദ് ഹോട്ടൽ ഷോലിംഗനല്ലൂർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമ്മളെ കൂടെ കുറച്ച് ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മുടെ രത്ന കഫേയുടെ വീഡിയോയിൽ ഇവർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും പരിചയപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ഇവരാണ് ടെക്കപ്പ് ഫുഡീസ് തുഷാർ, ടെക്കപ്പ് ഫുഡീസ് വിന്യ ആൻഡ് ദ അപ്കമിങ് ടെക്കപ്പ് ഫുഡി ഇവാൻ. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അവരുടെ സജഷനിൽ ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. റേറ്റ് കാണിക്കണ്ട, റേറ്റ്സ് കാണിക്കണ്ട, നമ്മുടെ അവരുടെ ഇത് മാത്രം കാണിച്ചാൽ മതി. ബീഫ് റോസ്റ്റ്, അത് ഗ്രേവി അല്ലേ? ഹായ് ഗൈസ്, മെനു പിടിച്ചിരിക്കുക, മെനു പിടിച്ചിരിക്കുക. ഇതെന്താ, ഇതെന്താ സാധനം? ഇതെന്താ? പപ്പടാ? ഇതെന്താ? തെറിയില്ലേ? തെറിയില്ലേ? പുട്ട് വീട്ടിലുണ്ടാക്കാറില്ലേ? ആ. അപ്പോൾ ഞാൻ ആക്ച്വലി ഡിപ്ലോമ പഠിക്കുന്ന ടൈമിൽ ഈ തട്ടത്തിൻ മറയത്തും അതുപോലെ മറ്റേ ഉസ്താദ് ഹോട്ടലും ഐ തിങ്ക് ഒരു 1 വീക്ക് ഡിഫറൻസിൽ റിലീസാവും. രണ്ടും നല്ല സിനിമയാണ്. പക്ഷേ ഈ തട്ടത്തിൻ മറയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഹിറ്റായത് തിയേറ്ററിൽ. പക്ഷെ ഉസ്താദ് ഹോട്ടലിനുള്ള റിപ്പീറ്റഡ് വാച്ച് വാല്യൂ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഹോട്ടലുകൾ ഇങ്ങനെ ഉസ്താദ് ഹോട്ടൽ എന്നുള്ള പേരിൽ വരും. പ്രത്യേകിച്ച് ഒരു റബ്ബർ ടയറൊക്കെ ഇട്ടിട്ട് അതിലൊരു മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ച ഉസ്താദ് ഹോട്ടൽ. ഇവിടെ തിലകൻ്റെയും കുഞ്ഞിക്കയുടെയും ഒരു ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ അതാണ് ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. അപ്പോൾ ചെന്നൈയിൽ ഇങ്ങനെ ഒരു ഉസ്താദ് ഹോട്ടൽ ഉണ്ട് എന്ന് അറിഞ്ഞത് നന്നായി. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട് നോക്കാം. നമ്മളപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി മീൽസും പിന്നെ പൊറോട്ടയും പറഞ്ഞിട്ടുണ്ട്. സാധനം വരട്ടെ, അതിനുള്ള വെയിറ്റിംഗിലാണ്. പൊറോട്ട പറയുമ്പോൾ കൂട്ടത്തിൽ ബീഫ് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ടാണ് പ്രത്യേകം പറയാതിരുന്നത്. ഇപ്പം ബീഫാണ് ആദ്യം എത്തിയത്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ ചിക്കൻ ബിരിയാണി.
പിന്നെ പാവം 2 പൊറോട്ട, അതിലൊരു പൊറോട്ടയും ഇത്തിരി ബീഫും. അത് ഞാൻ ഇന്ന് കഴിക്കണുള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ ആരെങ്കിലും നിർബന്ധിക്കുകയാണെങ്കിൽ ഇത്തിരി ബിരിയാണി കഴിക്കാം. എന്താ, ചോറെന്തായാലും വേണ്ടെന്നില്ല. അപ്പോൾ ഇതാണ് ഇവാൻ മോൻ്റെ സ്പെഷ്യൽ നോൺ വെജ് മീൽസ്. അപ്പോൾ എന്തൊക്കെയാണ്, കുറേ ഐറ്റംസ് ഉണ്ടല്ലോ ഇതിൽ. കുറേ കറികളുണ്ട്. കൂട്ടത്തിൽ ചിക്കൻ്റെ ലെഗ് പീസ് ഉണ്ട്, ബീഫ് കറി ഉണ്ട്, ഒരു ചിക്കൻ കറി ഉണ്ട്, പിന്നെ പായസം ഉണ്ട്. ഇത് മൊത്തം ഇവാൻ കഴിക്കാനുള്ളതാട്ടോ. ഇത് മൊത്തം അത് അച്ചക്കാ. എനിക്കൊന്നുമില്ലേ, മാമയ്ക്കൊന്നുമില്ലേ, എനിക്കൊന്നുമില്ലേ, ഒന്നും തരില്ലേ? എനിക്ക് പപ്പടം മാത്രം തരും അല്ലേ? പപ്പടം തരില്ല, അത് നീ കഴിക്കുക. എന്താ എനിക്ക് വേറെ ഫുഡ് വരുമോ? അത് ശരി. സത്യം പറഞ്ഞാൽ ചെന്നൈയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ബീഫ് കഴിക്കാൻ പോണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൊറോട്ടയും കുറച്ച് ബീഫും പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പൊറോട്ടയും ബീഫും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു ബീഫ് ഗ്രേവിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഈ തണുത്ത പൊറോട്ട. ആക്ച്വലി ദിസ് ബീഫ് കറി ഡിസേർവ്സ് എ ഹോട്ട് പൊറോട്ട ഗൈസ്. ചൂടുള്ളതോ തണുത്തതോ അതൊന്നും കാര്യമില്ല, പൊറോട്ട നിമിഷം നേരം കൊണ്ട് പ്ലേറ്റിൽ നിന്ന് കാലിയായി. ആ കാര്യത്തിൽ ഞാനൊരു മജീഷ്യനാണ് ഗൈസ്. അതിനുശേഷം ഒരു ബീഫിൻ്റെ പീസ് ഒറ്റയ്ക്ക് അങ്ങ് എടുത്ത് കഴിക്കാം. അങ്ങനെ പൊറോട്ടയിലും ബീഫിലുള്ള മൽപ്പിടുത്തത്തിന് ശേഷം എൻ്റെ കണ്ണ് നേരെ പോയത് ഈ ചിക്കൻ ബിരിയാണിയിലേക്കാണ്. ഇത് ഭയങ്കര സ്പെഷ്യലാണെന്ന് കേൾക്കുന്നു, എന്നാൽ അറിയണമല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രമേ ഞാൻ ബിരിയാണി കഴിക്കുള്ളൂ. നിർബന്ധിക്കുന്ന കാര്യത്തിൽ തുഷാർ ബ്രോ ഒരു പുലി തന്നെ, അതുപോലെ വിളമ്പുന്ന കാര്യത്തിലും. അപ്പോൾ കുറച്ച് ബിരിയാണി ഞാൻ കഴിക്കാം. നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കൻ പീസ്, ആഹാ, അങ്ങനെ തൊടുമ്പോൾ തന്നെ പൊട്ടി വീഴുന്നുണ്ട്. ചെന്നൈയിൽ വന്നതിന് ശേഷം ഞാൻ ഫുൾ തമിഴ്നാടൻ ബിരിയാണിയും അതുപോലെ തന്നെ ആന്ധ്ര ബിരിയാണിയൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഒക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ നാടൻ ബിരിയാണി, അത് തലശ്ശേരി ടൈപ്പ് ബിരിയാണി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമൊന്നും വേറെ തന്നെയല്ലേ. ആ സുഖമാണ് ഞാൻ ഇപ്പം അനുഭവിക്കുന്നത്. ഈ ചോറ് കഴിക്കണ വീഡിയോ ഞാൻ എടുക്കണേ. ഇവാമോൻ അവൻ്റെ മീൽസിന്ന് എനിക്കൊരു ചിക്കൻ്റെ പീസ് തന്നു. ആഹാ, എന്നാ പിന്നെ അതും കൂടി ഒന്ന് കഴിച്ചേക്കാം അല്ലേ. ഇതെന്തൊരു അത്ഭുതം, എൻ്റെ പ്ലേറ്റിലൊരു പഴംപൊരി കിടക്കണു. പഴംപൊരി കിടക്കുമ്പോൾ കുറച്ച് ബീഫ് ബാക്കിയുണ്ട്. എന്നാൽ പിന്നെ രണ്ടും കൂടി അങ്ങോട്ട് ചേർത്തൊരു പിടിച്ചാലോ. ഇതൊക്കെ എവിടേക്ക് പോകണു എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. പക്ഷേ എല്ലാത്തിലും ഞാൻ കുറച്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ, ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം. ഒരു പൊറോട്ട, കുറച്ച് ബീഫ്, ഒരു പഴംപൊരി, ബാക്കിയുള്ള കുറച്ച് ബീഫ്, കുറച്ച് ബിരിയാണി, ഒരു ചിക്കൻ പീസ്, അത്ര ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുഞ്ഞിക്കാടൻ തിലകൻ സാറിൻ്റെ ഫോട്ടോ ഇല്ലാതെ എന്ത് ഉസ്താദ് ഹോട്ടലില്ലേ. പിന്നെ ഇവരുടെ ഫുഡ് കഴിക്കാൻ നിങ്ങൾക്ക് ഔട്ട്ലെറ്റ് പോകാൻ സമയമില്ലെങ്കിൽ സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും എല്ലാ ഫുഡ് ഡെലിവറി ആപ്പിലും ഇവരുടെ ഫുഡ് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് എന്നാലേ ഇതിൻ്റെ കടയുടെ ഓണറായിട്ടൊന്ന് സൗഹൃദ സംഭാഷണത്തിലേക്ക് കടന്നാലോ. ഒരു 7 വർഷം. 7 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണോ അതോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വന്നതാണോ? അല്ലല്ല, നമ്മൾ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ചേട്ടൻ നാട്ടിലെവിടെയാണ്? ഓക്കെ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഹോട്ടൽ ഇവിടെ പ്ലാൻ ചെയ്തത്? ഇതേ ലൊക്കേഷനൊക്കെ സെലക്ട് ചെയ്തത്? ഓക്കെ, നമ്മൾ കുറേ നാളുകളായിട്ട് ഈ ഫീൽഡ് തന്നെയാണ് ഉള്ളത്. വേറെ റെസ്റ്റോറൻറ്റുകളൊക്കെ തുടങ്ങിയിരുന്നു, കുക്കിങ്ങായിട്ട് തന്നെ അടയാറ് റെസ്റ്റോറൻറ്റിലൊക്കെ തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് ഇവിടെ വന്നത്. ഒരു IT ക്രൗഡും. അതെ അതെ, സ്പോട്ട് കറക്റ്റ് ഒരു സ്പോട്ട് തന്നെയാണ് ചൂസ് ചെയ്യുക. കാരണം തൊട്ടടുത്ത് കുറേ IT കമ്പനീസും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കില്ല. ഇതിപ്പോൾ ഫേമസ് ആയതുകൊണ്ട് എല്ലാവരും അന്വേഷിച്ച് വരുന്നുണ്ട്. പക്ഷെ ആദ്യ സമയത്തൊക്കെ ഇത്രയും ക്രൗഡ് ഉണ്ടായിരുന്നില്ലല്ലോ. ആദ്യ സമയത്ത് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒന്ന് ഡൗൺ ആയിട്ടില്ല. നമുക്ക് ആൾക്കാരൊക്കെ
കൂടുതലായിട്ടാണ് വന്നത്. പിന്നെ അങ്ങനെ ഒരു പബ്ലിസിറ്റിയും എല്ലാമായിട്ട് ഞങ്ങൾ ശരിക്കും ഫസ്റ്റ് ഓൺലൈനിലാണ് ഫുഡ് വാങ്ങി കഴിച്ചത്. അപ്പോൾ ഫുഡ് ബിരിയാണി ഭയങ്കര അഡിക്റ്റാണ്. ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഫുഡ് സൂപ്പറാണ്. അതുപോലെ തന്നെ ഇത്രയും കുറച്ച് റേറ്റ് കുറച്ചിട്ട് ഇത്രയും നല്ല ഫുഡ് സെർവ് ചെയ്യുന്ന മലയാളി ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൊന്നാണ് ഉസ്താദ് ഹോട്ടൽ. അപ്പോൾ വളരെ സന്തോഷം. ചേട്ടനപ്പത് കേട്ടിട്ട് റേറ്റ് കൂട്ടും. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മള് മാക്സിമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ IT ജോലി ചെയ്യുന്ന ആൾക്കാർ അവരൊരു മിനിമം ഒരു 40,000 അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ശമ്പളം മേടിക്കുന്നത്. അതെ അതെ അപ്പോൾ അവർക്ക് അതുകൊണ്ട് 2 നേരവും കഴിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൈസിങ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ ബിരിയാണിക്കൊക്കെ ശരിക്കും നല്ല റേറ്റ് ആണ് പുറത്ത്. മലയാളി അപ്പോൾ മലയാളി ഹോട്ടൽ എന്ന് പറയുമ്പോൾ കേരള സ്റ്റൈല് ബിരിയാണി ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. താങ്ക് യു സോ മച്ച്. നല്ലൊരു ഡൈനിങ് എക്സ്പീരിയൻസ് ആണ് എനിക്കിവിടെ ഉസ്താദ് ഹോട്ടലിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ചില്ലിങ്കൂട്ടിലുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ യഥാർത്ഥ ലൊക്കേഷൻ മാപ്പ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ തുഷാറിൻ്റെയും ബിന്നിയുടെയും ചാനലായിട്ടുള്ള ടെക്കപ്പ് ഫുഡീസിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സേ. ഉസ്താദ് ഹോട്ടലിൽ നിന്ന് നല്ല ബിരിയാണിയും അതുപോലെ പൊറോട്ടയും ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തൊട്ട് പിന്നാലെ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. അത് നമ്മൾ പാലക്കാട്ടുകാർ അങ്ങനെയാണ്. ഇദ്ദേഹം നോർത്ത് പാലക്കാടാണ്, ഞാൻ സൗത്ത് പാലക്കാടാണ്. നമ്മുടെ ഈ ജില്ല മൊത്തം അങ്ങനെയാണ്. നമുക്ക് ഈ ലൈമ് അതൊന്നും പറ്റൂല. നമുക്ക് ഈ ചായ അത് അവിടെയാണ്, അത് ലൈമൊക്കെ അവിടെയാണ്. ഇവിടെ നമുക്ക് ചായ തന്നെയാണോ? അയ്യോ ചായ പോയി. അപ്പോൾ ബിരിയാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനേക്കാളും ബെസ്റ്റായിട്ട് പറയാനുള്ളത് തുഷാറിനായിരിക്കും. വൺ ഓഫ് ദ ബെസ്റ്റ് നാട്ടിൽ കിട്ടുന്ന ബിരിയാണി, വൺ ഓഫ് ദ ബെസ്റ്റ് ടേസ്റ്റ് ചെന്നൈയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹോട്ടൽ ഉസ്താദ് ഹോട്ടലാണ്. അതെ, അത് ഞാനും അഗ്രി ചെയ്യുന്നു. ഞാനിപ്പോൾ വേറെ എവിടെയും പോയിട്ടില്ല ഇതുവരെ. പക്ഷേ ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഈ അടുത്ത കാലത്ത് കഴിച്ചതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി തന്നെയാണ്. റേറ്റ് വെച്ച് നോക്കുമ്പോഴും വളരെ അഫോർഡബിളാണ്. നമ്മുടെ നാട്ടിലെ റേറ്റ്സ് അത്രയൊക്കെ തന്നെയുള്ളൂ അല്ലേ. ബിരിയാണി മാത്രമല്ല, ഇത് നമ്മുടെ പൊറോട്ടയും ബീഫും അതുപോലെ തന്നെ പഴംപൊരി ബീഫ് അത് ഇവരോടൊപ്പം ട്രൈ ചെയ്യാൻ എനിക്ക് പറ്റി. നാട്ടിൽ പറ്റിയില്ല, ചെന്നൈയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് പഴംപൊരി ബീഫ് കോമ്പിനേഷൻ. അതും കഴിഞ്ഞ് നല്ല കട്ടപ്പത്തിലൊരു ചായ. ഉസ്താദ് ഹോട്ടലിലെ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. ബിരിയാണി എല്ലാ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നല്ല നല്ല ഫുഡായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്നും കുറ്റം പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, എല്ലാം അടിപൊളി. നാട്ടിലെ ടേസ്റ്റോട് കൂടിയിട്ട് ചെന്നൈയിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഹോട്ടലിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിണ്ടാ? അത് പറഞ്ഞു പറയിക്കാ തോന്നും. അവൻ പറയട്ടെ, എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട്? അത് 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 ഇവിടുന്നാണ്, അത് ഇവിടുത്തെയാണ്. ഒന്നും ഇഷ്ടായില്ലേ? അയ്യോ അയ്യോ, ഇവിടെ മാമനും അച്ഛനും അമ്മയൊക്കെ കൂടിയിട്ടേ ഭയങ്കര പറഞ്ഞാണ് ഒന്നും ഇഷ്ടമില്ല മൂപ്പര്. അതെന്തായാലും പൊളിച്ചു. അവൻ കുറച്ച് ചോറ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നേരെ പോണത് തുറൈപ്പാക്കത്തുള്ള BSR മാളിലാണ്. സിനിപോളിസിൽ ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ വേഗം സിനിമയ്ക്ക് കയറാം. അപ്പം അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു മൂവിക്ക് വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ BSR മാള് തുറൈപ്പാക്കം. കുറേ നാൾക്ക് ശേഷം ഒരു തമിഴ് മൂവി. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ തമിഴ് മൂവി കണ്ടത് ലിയോ ആണ്, ലാസ്റ്റ് ഇയർ ഒക്ടോബറിൽ. അതിനുശേഷം തമിഴ് സിനിമകൾ അങ്ങനെ തിയേറ്ററിൽ വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് സ്റ്റാർ. കവിൻ അഭിനയിക്കുന്ന സ്റ്റാർ മൂവി അത്യാവശ്യം നല്ല റെസ്പോൺസാണ്. സോ നമുക്ക് പോകാം. സെക്കൻഡ് സ്ക്രീനിലാണ്. നോക്ക്, ഗൈസ്, അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് ഇവിടെ ഒരാൾ സിനിമയൊക്കെ കണ്ട് ഉറങ്ങി. പക്ഷേ അങ്ങനെ പടം പറയുകയാണെങ്കിൽ ഒരു നോർമൽ പടമാണ്, ഓക്കെയാണ് അല്ലേ. വൺസ് വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്.
നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കവിൻ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, അത് എടുത്ത് പറയാം. അതെ അതെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉസ്താദ് ഹോട്ടലും അതുപോലെ സിനിമയൊക്കെ ആയിട്ടുള്ള ഒരു ഫൺ ഡേ ആയിരുന്നു ഇന്ന്. നമുക്ക് ടെക്കപ്പ് ഫുഡീസിനോടൊപ്പം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി, വളരെ ഹാപ്പി. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഈ ഒരു വീഡിയോൻ്റെ വേറൊരു വേർഷൻ ഇവരുടെ ചാനലിലും വരുന്നതായിരിക്കും. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇൻ കേസ് എൻ്റെയാണ് ആദ്യം റിലീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ചാനലിൽ എൻ്റെ കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഉടനെ തന്നെ. അപ്പോൾ അതുവരേക്കും ബായ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ കാണാതെ, അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 20K അടുത്തെത്തുന്നുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടോടു കൂടി എത്രയും പെട്ടെന്ന് എത്തണമെന്നുണ്ട്. സോ ബൈ. നമ്മളിപ്പോൾ സ്റ്റാർബക്സിൻ്റെ കേട്ടോ, ഇത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് കയറാൻ പോകാമെന്ന് വിചാരിക്കണ്ട. ജസ്റ്റ് നമ്മളൊരു ഔട്ടർ എടുക്കാൻ വേണ്ടി മാത്രമാണ്. ബൈ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരുന്നു. ഞാൻ ഉടനെ തന്നെ വീണ്ടും വരാം.